പൂച്ചയുണ്ടെങ്കിൽ പൂച്ചകൾക്ക് പാമ്പിനെ പേടിയില്ല. നിങ്ങൾക്കൊരു എന്താ പറയാ രക്ഷകനാണ് വീടുകളിൽ പൂച്ച. ഇനി അടുത്തൊരു കാര്യം കൂടെ പറയാം. ആ പൂച്ച അപ്പോഴേ മരിച്ചില്ലേ? അണലിയുടെ കടി കയ്യിൽ കിട്ടുന്ന കണ്ടായിരുന്നു. ആ അണലിയുടെ കയ്യിൽ, അണലി പൂച്ചയുടെ കയ്യിൽ കടിച്ച് പല്ലുടക്കി പൂച്ച കൈ വലിച്ചപ്പോൾ പല്ലി ഇറങ്ങിപ്പോ നിങ്ങൾ ആരും കണ്ടു. ഇതിന് മുന്നേ നമുക്ക് ചൂടുണ്ടായിട്ടില്ല. 36, 37 വരെ പോയിട്ടില്ല. അന്നൊക്കെ പാമ്പടി ഉണ്ടായിരുന്നു. ഇത്രയും മരണം ഉണ്ടായിരുന്നോ? ഇല്ല. ഇതിനൊരു കണക്കുകളില്ല. ഇതുവരെ പാമ്പിന് കണ്ണുണ്ട്, കാഴ്ചയില്ല. എക്സ്ട്രാ നെഗറ്റീവോ ഷാഡോ നേരിട്ട് മാത്രമേ കാണാൻ പറ്റൂ. മൂക്കുണ്ട്, സ്മെല്ലെടുക്കാൻ കഴിയും. ബ്രീത്ത് ചെയ്യാൻ മാത്രമേ ഉള്ളൂ, പുറത്തേക്ക് വായി കൂടിയ മൂക്കിന് ശ്വാസം, അതിന് മാത്രമേ അത് കഴിയൂ. ചെവിയുണ്ട്, തൊലി കൊണ്ട് മുടി കേൾക്കാൻ കഴിയും. പിന്നെ അദ്ദേഹത്തിൻ്റെ ജേക്കപ്പ് ഓർഗൻ, സെൻസിങ് ഓർഗൻ, അത് ടങ്കാണ് മെസ്സേജ് കൊടുക്കുന്നത്. അതിനാണ് നാക്ക് പുറത്തേക്ക് മണം എടുക്കുക. ചെടിയുടെ ഗന്ധം എടുക്കാൻ കഴിയില്ല. സന്ധ്യ ആകുമ്പോൾ ഒരു ചെടിയുടെ മണം, ഒരു കപ്പ പുഴുകുന്ന മണം അനുഭവം. അപ്പൊ നമ്മുടെ മുത്തശ്ശിയാർ പറയുന്നത് പാമ്പ്. അത് പാമ്പിന് പേരുണ്ട്, ചേനത്തണ്ട, അണലി, വട്ടക്കൂറ, വായി തുറന്നിരിക്കുന്നു. പിന്നെ കേരളത്തിൽ അണലിലുള്ള വാച്ചിട്ടിരിക്കില്ല, 6 മണിയാകുമ്പോൾ ഒന്ന് വായും തുറന്നിരിക്കാനായി. എന്തൊക്കെ പൊട്ടതുള്ള പണ്ടത്തെ മുത്തശ്ശിയാർ തള്ളി വെച്ചിരിക്കുന്നത്. ഇതും എപ്പോഴും കടിക്കാം. ഇതുവരെ കടിച്ചൊരു സംഭവം ഉണ്ടായിട്ടില്ല. കണ്ടോ? പാമ്പിന് അങ്ങനെ പ്രത്യേകിച്ച് ടൈമൊന്നുമില്ല. അവര് ബോറടിക്കും പറയും സഞ്ചരിക്കുന്നത്, ഒരിടത്തിരിക്കുന്നു. ഹലോ, ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. പണ്ടൊക്കെ കേരളത്തിലൊരു കുഞ്ഞു കുട്ടി പോലും ഒരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് വാവാ സുരേഷിനെ വിളിക്കാന്ന് പറയും. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ വെരി പ്രൗഡ്ലി വാവാ സുരേഷാണ് ഗസ്റ്റ് ആയിട്ടുള്ളത്. ഹലോ, ഹായ്, വെൽക്കം ചേട്ടാ. നമസ്കാരം. എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം, സുഖമായിരിക്കും. എന്തായാലും വളരെ സന്തോഷം. ജിഞ്ചർ മീഡിയയിലെ എല്ലാ പ്രേക്ഷകർക്കും എന്താ പറയുക, എല്ലാവിധ നന്മ ഐശ്വര്യവും എല്ലാം നേരുന്നു. കാരണം ഇപ്പം നമുക്കറിയാം, നമ്മുടെ നാട്ടിലിപ്പോൾ പുതിയ വാർത്തകൾക്ക് വേണ്ടി ആൾക്കാർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പാമ്പ് കടി കഴിഞ്ഞു. നമ്മുടെ നാട്ടിൽ പുതിയൊരു വാർത്ത വരുമ്പോൾ ആ പഴയതെല്ലാം മറക്കും. എന്തായാലും ഇന്ന് നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക്, ഇങ്ങനെ ഒരു അവയർനെസ് പ്രോഗ്രാമിലേക്ക് നമ്മളെ ജനങ്ങൾ എന്തായാലും നമ്മൾ മറക്കാൻ പാടില്ല എന്നുള്ളൊരു വിഷയത്തിലേക്ക് വീണ്ടും വാർത്ത മാറിയിട്ട് നിങ്ങൾ വിളിച്ചു. അത് ഏറ്റവും വലിയ അഭിനന്ദനം. കാരണം വെച്ചാൽ ഒരു വാർത്ത കഴിഞ്ഞാൽ പിന്നെ അതൊരു മൈൻഡ് ചെയ്യാറില്ല. അപ്പോൾ കുട്ടികൾക്കും എന്തെങ്കിലും മരണപ്പെടുമ്പോൾ മാത്രമേ വാർത്തയാവുള്ളൂ. വലിയവർ എത്ര പേര് മരണപ്പെടുന്നുണ്ട്, രണ്ടും ജീവനാണ്. ഇപ്പം നമ്മൾ പറഞ്ഞ മാതിരി ഇപ്പം ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ ഈ വേനൽക്കാലത്ത് പാമ്പുകൾ പുറത്തിറങ്ങുന്നു എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു. ഇനി ശരിക്കും വരാൻ പോകുന്നത് മഴക്കാലമാണ്. ആ സമയത്ത് ഇതുപോലെ തന്നെ ബുദ്ധിമുട്ട് വരുന്ന ഒരു സമയം തന്നെയാണ്. പൊത്തുകളിലും മാളങ്ങളിലും വെള്ളം കയറും ഇല്ലേ? അങ്ങനെയല്ലേ പുറത്ത് ചാടുന്നത്? രണ്ടും സെയിം ആണ്. വേനൽ സമയത്ത് പാമ്പിന് അങ്ങനെ പ്രത്യേകിച്ച് ടൈമൊന്നുമില്ല. അവര് ബോറടിക്കും പറയും സഞ്ചരിക്കുന്നത്, ഒരിടത്തിരിക്കുന്നു, ഒരു മാളത്തിരിക്കുന്നു. അവന് അനക്കൊന്നുമില്ല, പറമ്പാണ്. അവൻ എപ്പോഴും ഇറങ്ങി സഞ്ചരിക്കും. അവനല്ലാതെ മഴ പറഞ്ഞു കുട എടുത്തോണ്ട് പോവാം എന്നൊന്നും ചിന്തിക്കാറില്ല. അല്ലെങ്കിൽ വെയിൽ വരുന്നു, ചൂടടിക്കത്തി അകത്തോട്ടിരിക്കുക, അങ്ങനെയൊന്നുമില്ല. അവരുടെ പ്രത്യേകത, അവർ ഫുഡ് തേടി പുറത്തേക്ക് പോകുന്നു. വിശക്കുമ്പോൾ ഫുഡ് തേടി പുറത്തേക്ക് പോകുന്നു. വെള്ളം ഇതാക്കുന്നത്, വെള്ളം കുടിക്കാൻ പുറത്തേക്ക് പോകുന്നു. അതിന് ഇന്ന ടൈം ഒന്നും. പിന്നെ വേനൽക്കാലത്ത് പാമ്പുകൾ, ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ജിഞ്ചർ മീഡിയയുടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ചോദിക്കുന്ന ചോദ്യം, അതായത് കാണുന്നതുകൊണ്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇതിന് മുന്നേ നമുക്ക് ചൂടുണ്ടായിട്ടില്ലേ? 36, 37 വരെ പോയിട്ടില്ലേ? അന്നൊക്കെ പാമ്പടി ഉണ്ടായിരുന്നോ? ഇത്രയും മരണം ഉണ്ടായിരുന്നോ? ഇല്ല. പക്ഷെ ഇതിനൊരു കണക്കുകളില്ല ഇതുവരെ. നമ്മുടെ ഒരു മോശം അവസ്ഥയെന്ന് പറഞ്ഞാൽ, നമ്മുടെ കേരളത്തിൽ പാമ്പിനെ കുറിച്ച്, ഒരു ജീവിയെക്കുറിച്ച് ഒരു കൃത്യമായിട്ടൊരു പഠനമില്ല. ഒരു വന്യജീവി എന്നൊരു പഠനമില്ല. എന്തുകൊണ്ട് വന്യജീവികൾ പുറത്തേക്ക് വരുന്നു എന്നൊരു പഠനമില്ല. എന്തെങ്കിലും പ്രഹസനങ്ങൾ കാണിച്ച് പോകുന്നതല്ലാതെ ഇതിനാണ് ഞാൻ എതിര് നിൽക്കുന്നത്. ഒരു എന്താ പറയുക, ഇതിനൊരു കൃത്യമായിട്ടൊരു അവയർനെസ് ഇല്ല. ഇത് അവയർനെസ് കൊണ്ട് കാര്യമില്ല. പിന്നെ നമുക്ക് ഭൂമിയിലുള്ള മൊത്തം പാമ്പുകളെയും പിടിച്ച് മാറ്റാൻ കഴിയില്ല. കാരണം നമുക്ക് അത്രയ്ക്ക് അനിവാര്യമാണ്. അപ്പോൾ ഇത് ഒരു അനിവാര്യമായ ഘടകമാണ്. പക്ഷേ ഇതിന് മുന്നേ ഇത്രയും പാമ്പുകൾ ഉണ്ടായിട്ടില്ല, കടികൾ. പക്ഷേ ഇപ്പോൾ ഒരു 3 വർഷത്തിനിപ്പുറം നിങ്ങൾക്ക് അറിയാത്ത രഹസ്യം ഉണ്ടെന്ന് അറിയാം. കേരളത്തിൽ പാമ്പ് പിടുത്തക്കാർക്കാണ് ഏറ്റവും കൂടുതൽ കടി കിട്ടുന്നത് 3 വർഷം കൊണ്ട്. ഇന്നലെയും നമ്മുടെ മലപ്പുറത്ത് വഴിക്കടവിൽ സന്തോഷ് ചെറുപ്പക്കാരന് കടി കിട്ടി. കഴിഞ്ഞ ആഴ്ച വേറെ മറ്റൊരാളിന് കടി കിട്ടി. ഇതൊന്നും വാർത്തകളിൽ വരുന്നില്ല. പാമ്പ് പിടുത്തക്കാർക്ക് വനം വകുപ്പിൽ താൽക്കാലിക ജീവനക്കാരായി, അല്ലെങ്കിൽ വനം വകുപ്പിൻ്റെ പേരിൽ ഒരു ആപ്പിൻ്റെ കീഴിൽ നിൽക്കുന്ന കുറേ ആൾക്കാർക്ക് 130ഓളം പേർക്ക് കടി കിട്ടി. ഒരു കണക്കുമില്ല. ഇതിൻ്റെ കൃത്യമായിട്ട് ഡാറ്റാസ് ഒന്നും ആരുടെ കയ്യിലില്ല. ഉണ്ടെങ്കിൽ തന്നെ വെളിയിലും ഉണ്ടെന്നില്ല. നിങ്ങൾക്കറിയുമ്പോൾ 2 പേർക്ക് രാജവമ്പലുടെ കടി കിട്ടി. കേരള ചരിത്രത്തിൽ ഇതുവരെ കടികിട്ടിയിട്ടില്ല. കടികിട്ടിയ ഒരാൾ മരണപ്പെട്ടിട്ട് വേണ്ടത് സൂല് ഹർഷാദ് മുഹമ്മദ്. ഹർഷാദ് എന്നാണ് പേര്. പക്ഷേ ഹർഷാദ് മരണമല്ല, സൂയിസൈഡായിരുന്നു. അത് സൂയിസൈഡാണെന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമാണ്. അത് സൂയിസൈഡായിരുന്നു. ആ രാജവമ്പലെ കൊണ്ട് കടിപ്പിച്ച് മരണത്തിലേക്ക് പോയ ആളാണ്, ജീവിതം അവസാനിപ്പിച്ചിട്ടാണ്. അതിന് കാരണം നിങ്ങളെപ്പോഴും ചിന്തിച്ച, ഒരു സൂ അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ ഒരു നിയമമുണ്ട്. 12 മണി കഴിഞ്ഞാൽ കൂട്ടിൽ ആൾ കയറാൻ പാടില്ല.
12:30-ക്കാണ് കടിക്കുന്നത്. 12 മണിക്ക് പൂട്ടി താക്കോല് തൂക്കിട്ടില്ല. ക്യാമറയിൽ പുള്ളിക്കാരൻ 12. അതൊന്നും കണ്ടിട്ടല്ല ഞാൻ പറഞ്ഞു. പക്ഷേ കടി കയ്യിൽ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇത് സ്വാഭാവികമായൊരു കടിയല്ല, ഇത് സൂയിസൈഡാണ്. സൂയിസൈഡായിരുന്നു പോട്ടെ. അപ്പോൾ വേനൽ നമുക്ക് ഇതിന് മുന്നേ വന്നിട്ടുണ്ട്, അപ്പോഴൊന്നും പാമ്പുണ്ടായില്ല. ഇപ്പോൾ ഒരു 3-4 വർഷം കൊണ്ട് പല സ്റ്റേഷനിൽ നിങ്ങൾ വിളിച്ചു ചോദിച്ചാൽ പരാതികൾ ഒത്തിരിയുണ്ട്. പാമ്പിനെ പിടിക്കുന്ന പുതിയ ആൾക്കാരുടെ എണ്ണം കൂടിയപ്പോൾ പാമ്പിൻ്റെ എണ്ണം കൂടിയെന്നുള്ളതാണ്. അപ്പോൾ വനം വകുപ്പ് പിടിക്കുന്ന പാമ്പുകൾ, അവരോടൊപ്പം നിൽക്കുന്ന ആൾക്കാർ പിടിക്കുന്ന പാമ്പുകൾ മാത്രമേ കൃത്യമായിട്ട് കാട്ടിലേക്ക് പോകുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നാട്ടിൽ തന്നെ ചുറ്റിക്കറങ്ങി നടക്കുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങളെ മുന്നിൽ ഇപ്പോൾ ഇരിക്കുമ്പോൾ ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ട്, ഞാൻ ഇന്നലെ 9 മണിക്ക് തിരിച്ചു. എൻ്റെ ഒരു 30ഓളം അണലിയുടെ കുഞ്ഞുങ്ങളും ഒരു 100ഓളം കോബ്രയുടെ കുഞ്ഞുങ്ങളും പിന്നെ കുറച്ച് ഒരു 8-10 ദിവസം കൊണ്ട് പിടിച്ച ഒരു 10-15 മൂർക്കൻ, 10-20 മൂർക്കൻ, പിന്നെ എൻ്റെ അണലി ഇതിനെ കൊണ്ട് കാട്ടിൽ വിട്ടിട്ട് ഞാൻ ഉറങ്ങാതെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല, കാട്ടിക്കൊണ്ട് വിട്ടിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അത്. അപ്പോൾ ഇതൊക്കെ ആൾക്കാരുടെ എണ്ണം കൂടി പാമ്പിൻ്റെ എണ്ണം കൂടി. ഈ അടുത്തൊരു വൈറൽ റീൽ ഉണ്ടായിരുന്നു, ഈ അണലിയെ അറ്റാക്ക് ചെയ്യുന്നു, അണലിയെ പൂച്ച അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ അവരത് പറയുന്നതെന്ന് വെച്ചാൽ പൂച്ചയുണ്ടെങ്കിൽ പൂച്ചകൾക്ക് പാമ്പിനെ പേടിയില്ല, നിങ്ങൾക്കൊരു എന്താ പറയുക രക്ഷകനാണ് വീടുകളിൽ പൂച്ച. ഇനി അടുത്തൊരു കാര്യം കൂടെ പറയാം. ഏതോ സ്ഥലങ്ങളിൽ പൂച്ചകൾ വിൽക്കാൻ വേണ്ടി ആരൊക്കെ ഇട്ടിട്ടുണ്ട്, ഇതും പറഞ്ഞോണ്ടാ ഇനി ഇതിനെ വിൽക്കാനുള്ള പരിപാടിയാണ് ഈ പേരും പറഞ്ഞു. ആ പൂച്ച അപ്പോഴേ മരിച്ചില്ലേ? അണലിയുടെ കടി കയ്യിൽ കിട്ടുന്ന കണ്ടായിരുന്നു നിങ്ങൾ? ആ അണലിയുടെ കയ്യിൽ, അണലി പൂച്ചയുടെ കയ്യിൽ കടിച്ച് പല്ലുടക്കി പൂച്ച കൈ വലിച്ചപ്പോൾ പല്ലി ഇറങ്ങിപ്പോകും. നിങ്ങളാരും കണ്ട? ആ സൂം ചെയ്ത് നോക്കൂ നിങ്ങളത്. ആ പൂച്ച അപ്പോഴേ ചത്ത് കാണത്തില്ലേ? എന്തൊക്കെയാണ് എഴുന്നള്ളിക്കുന്നത്, എനിക്കൊരു പിടിയും കിട്ടുന്നത്. പക്ഷെ അത് ഭയങ്കര വൈറൽ റീലാണ്. എന്തുകൊണ്ടാണ് ഇപ്പം ജനങ്ങൾ ഭയന്നിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം ഇട്ട് കൊടുക്കുമ്പോൾ പൂച്ച ഉണ്ടെങ്കിൽ പറമ്പിൽ കിടക്കുന്ന അണലി കുഞ്ഞിനെടുത്ത് വീട്ടിൽ കൊണ്ട് വെച്ച് കൊടുത്ത്. കഴിഞ്ഞ ആഴ്ച 3 കുഞ്ഞുങ്ങളെ പൂച്ച എടുത്ത് വീട്ടിനകത്ത് കൊണ്ട് വെച്ച് കൊടുത്തു. വീട്ടിനകത്ത് ബെഡ്റൂമിൽ കൊണ്ട് വെച്ച് കൊടുത്തു പൂച്ച. ഭാഗ്യം കൊണ്ട് ചത്തതായിട്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ വീട്ടുകാർ കടി കിട്ടത്തില്ലേ? എന്തൊക്കെ മണ്ടത്തരം! അതൊക്കെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇതെല്ലാം പൊട്ടത്തരങ്ങളാണ്. നിങ്ങൾ പരിസരം വൃത്തിയാക്കിയിടുക, ഒന്ന്. രണ്ടാമത്, കിടക്കുന്ന വീട്ടിനോട് ചേർന്ന് ഒരു കാരണവശാലും വിറക്, ഉപയോഗശൂന്യമായ സൈക്കിള്, ബൈക്ക് നിങ്ങളുടെ സാധനങ്ങൾ വെക്കാതിരിക്കുക. ഇതുവഴി എല്ലാം പാമ്പുകൾ വീടിനകത്ത് ജനലോട് ചേർന്നകത്ത്. ഇപ്പം നിങ്ങൾക്കറിയാം, പാറശാലയിൽ കിടന്നുറങ്ങിയ കട്ടിലിൽ മരണപ്പെട്ടു. വീട്ടിൻ്റെ പുറത്ത് വിറവടുക്കി വെച്ചിട്ടാണ്. കോഴിക്കോട് കിടന്നിറങ്ങിയ കട്ടിലിൽ പാമ്പടിയിട്ട് മരണപ്പെട്ടു. വീടിൻ്റെ പുറത്ത് വേസ്റ്റ് വാരി അടുക്കി വെച്ച് അതുവഴി കയറി വന്നിട്ട് കടിച്ചിട്ടാണ് മരണപ്പെട്ടത്. ഇങ്ങനെയൊക്കെ ഒരുപാട് അനുഭവമുണ്ട്. അനുഭവത്തിൻ്റെ ഒരു സമ്പത്ത് തന്നെ പറയാനുണ്ട്. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് ഞാൻ അടിവരയിട്ട് ഓരോ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നത്, കൃത്യമായിട്ട് അറിഞ്ഞതിന് ശേഷം. അല്ലാതെ ചുമ്മാ എവിടെയെങ്കിലും ഉള്ള ആൾക്കാർ കേരളത്തിൽ ഞങ്ങൾ വന്നതുകൊണ്ട് പാമ്പ് കടിയില്ല, മൊത്തം ഞങ്ങളങ്ങ് ഏറ്റുവാങ്ങില്ല, പിന്നെ എങ്ങനെ പാമ്പ് കടി വരുന്നത്? മരണങ്ങൾ 2014-ലും 2015-ലും 12 മാസം കൊണ്ടുള്ള മരണം, പാമ്പടിയിട്ട് മരണം 100ആണ്. 100-ൽ താഴെ 14-15. ആ വർഷം വാഹന അപകടങ്ങളിൽ മരണപ്പെട്ട ഒരു 4236 പേരാണ്. ഇതൊക്കെ ഞാനിങ്ങനെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. എനിക്ക് കിട്ടുന്ന ഡാറ്റാസ് കളക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ പിന്നെ പൊട്ടനായിട്ട് പലരുടെ മുന്നിൽ അഭിനയിക്കുകയാണ്. ചില സമയത്ത് പൊട്ടനായിട്ട് അഭിനയിച്ച് കൊടുക്കണം, എങ്കിലേ നമുക്കവിടെ വിജയം ഉണ്ടാവുള്ളൂ. നമ്മൾ അച്ഛനെ വിളിക്കുന്നവരെ നമ്മൾ തിരിച്ച് അച്ഛനെ വിളിക്കുമ്പോൾ നമ്മൾ പറയുന്ന അച്ഛനെ വിളി മാത്രമേ എടുത്ത് പോസ്റ്റ് അപ്പ് ചെയ്യും. ആവാസത്തിൻ്റെ വായിൽ നിന്ന് വന്ന ഇത്രയും വലിയ സാധനം എന്തിനാ അങ്ങനെ കേൾക്കാൻ വേണ്ടി വീട്ടിലിരിക്കുന്ന അച്ഛനെ അമ്മയും വിളി കേൾപ്പിക്കാൻ. അതുകൊണ്ടാണ് ഞാനങ്ങ് പൊട്ടനായിട്ട് പൊട്ടൻ തന്നെ, ഒരു ശല്യമില്ല ആർക്കും. അതുകൊണ്ട് പ്രശ്നം ഉണ്ടാവുന്നില്ലല്ലോ. ഇപ്പോൾ 2 രാജ്യങ്ങൾ യുദ്ധം നടക്കുമ്പോൾ ഒരേപോലെ 2 രാജ്യങ്ങൾ നിന്നാൽ ഒരിക്കലും അത് അവസാനിക്കാൻ പോകുന്നു. നമ്മൾ തരേണ്ടത് ഒരു ചെറുതായിട്ട് തന്നപ്പോൾ അവിടെ ഒന്നും സംഭവിക്കാനും പോകുന്നു. അതുകൊണ്ട് ഞാൻ മിണ്ടാതെ താഴ്ന്നു. ഇപ്പോൾ മൂർക്കൻ അണലി ഇങ്ങനെയുള്ള 490-500ഓളം കടികൾ വാങ്ങിയ ആളാണ് ഞാൻ. അതിൽ 16 പ്രാവശ്യം സീരിയസ് ആയി, 6 പ്രാവശ്യം വെന്റിലേറ്ററിലും 10 പ്രാവശ്യം ഐസിരിക്കണം. ഇത്രയും കടികിട്ടുകൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ശാരീരിക പ്രശ്നങ്ങളും ഇല്ലാതെ ഇരിപ്പുണ്ടെങ്കിൽ അത് ഞാൻ മാത്രമേ ഉള്ളൂ. കാരണം വെച്ചാൽ ഞാൻ ഓരോ പ്രാവശ്യം കടികിട്ടുണ്ടെങ്കിൽ ഞാൻ പഠിക്കാൻ ശ്രമിക്കും. അപ്പം നിങ്ങളൊക്കെ അറിഞ്ഞത് കോട്ടയത്ത് വെച്ചുള്ളൊരു കടിയാണ്. അതിനുശേഷം എനിക്ക് 3 കടി വേറെ കിട്ടി. 3 കോബ്ര ഒരു വർഷത്തിൽ, 2025-ൽ 6 മാസത്തെ ഗ്യാപ്പിൽ. ആരും അറിഞ്ഞിട്ടില്ല, എൻ്റെ സൗകര്യമില്ല അറിഞ്ഞിട്ടില്ല. കാരണം എന്താ, ഇതൊരു കടി കിട്ടി. ഇത് NSS കരയോഗം കൈമനം കടി കിട്ടി കഴിഞ്ഞ നവംബറിലാണ്. കഴിഞ്ഞ 2000 കടി കിട്ടിയ സമയത്ത് നിങ്ങൾ ഡോക്ടർമാരുടെ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ എനിക്ക് ആൻറ്റിവെനം ഇപ്പോൾ എടുക്കേണ്ട, വെയിറ്റ് ചെയ്യും. അപ്പോൾ ആദ്യം അവർ നല്ല സഹകരിച്ചു, കുഴപ്പമില്ല. 24 മണിക്കൂർ സഹകരിച്ചു, കുഴപ്പമില്ല. 36 മണിക്കൂർ കഴിഞ്ഞാൽ പറഞ്ഞില്ല സുരേഷ്, ഞങ്ങൾക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല, എഡിമ നീര് വെച്ചു കൂടെ, നീരുണ്ട് അവിടെ, അതുകൊണ്ട് ഞങ്ങൾക്കത് പ്രശ്നമാകുന്നു, ഞങ്ങൾക്ക് എടുത്തേ പറ്റുള്ളൂ. അങ്ങനെ അവർ നിർബന്ധിച്ചിട്ടാണ് എടുത്തത്. ഞാൻ എന്താണ് പറഞ്ഞത്, എനിക്ക് ആൻറ്റിബോഡി എൻ്റെ ശരീരത്തിൽ ഓൾറെഡി നേരത്തെ ഉണ്ടായിരുന്നു, പ്രതിരോധം ഉണ്ടായിരുന്നു, ഇമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ അത് കുറഞ്ഞു.
കാരണം എനിക്ക് കൊറോണ വന്നു. കൊറോണ വന്നപ്പോൾ ഞാൻ 1 മാസം സീരിയസ് ആയിട്ട് ഇടുന്നതാണ്. അപ്പോൾ ഒരുമാതിരിപ്പെട്ട സാധനങ്ങളൊക്കെ പോയി. അപ്പോൾ അവർ 36 മണിക്കൂർ സമയം എനിക്ക് തന്നു. 36 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എനിക്ക് ആൻറ്റിബയോട്ടിക് എടുത്തത്. അപ്പോൾ അതെനിക്ക് പഠിക്കാൻ പറ്റുന്നൊരു അവസരമാണ് എനിക്ക് മറ്റൊരാളെ പഠിക്കാൻ പറ്റില്ല. എനിക്ക് എന്നെ പഠിക്കും. എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ 36 മണിക്കൂർ ഞാൻ അവരെടുത്ത് എനിക്ക് അല്ലെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കത് റിക്കവറായി വന്നേനെ. അവിടുത്തെ മുറിവിൻ്റെ ഇത് മാത്രം അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ അവർ നല്ല റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ് അവർ എനിക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമാവില്ലേ. അവർക്കറിയില്ല. എനിക്ക് ധൈര്യം എനിക്കറിയാവുന്ന സംഭവിക്കാനില്ലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതുപോലെ അതിനുശേഷം ഒരു കടി കിട്ടി. ഇതായിരുന്നു നല്ല കടിയായിരുന്നു. ഇതാരും അറിഞ്ഞില്ല. അത് കഴിഞ്ഞൊരു 30-40 ദിവസത്തിനിടെ ഇത് കടിച്ചിട്ട് കോബ്ര കടിച്ചു. ഏകദേശം 3 മാസത്തോടടുത്ത് മുറിവ് കരിയാനായിട്ട്. പക്ഷേ ഈ കടിയിട്ട് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഈ സർജറിയെല്ലാം ഞാനാണ് ചെയ്തത് സ്വന്തമായിട്ട്. ഇതെല്ലാം ഞാനാണ്. ഞാൻ അമ്മ മെഡിക്കൽസിലൊക്കെ VS മെഡിക്കൽസിൽ പോയിട്ട് എന്താ പറയുക സർജിക്കൽ ബ്ലേഡ്, സർജിക്കൽ സിസർ ഇതെല്ലാം വാങ്ങി. അതുപോലെ മറ്റൊരു അനുകരിക്കാനല്ല ഞാൻ പറഞ്ഞത്. എൻ്റെ ഇത്രയും നാളത്തെ അനുഭവം വെച്ച് ഒരു ഡോക്ടറെ അടുത്ത് ഞാൻ വീണ്ടും അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ പെയിൻ കില്ലർ അങ്ങനെ ഇങ്ങനെ ചപ്പച്ചോറ് കുറേ മെഡിസിൻ വീണ്ടും കുടിക്കണം. അപ്പോൾ ഓൾറെഡി എനിക്കിപ്പോൾ വേദനയുണ്ട്. ബ്ലീഡിങ് ഇല്ല. ഇനി ഈ ഡെഡായ സെൽസ് മാത്രം എടുത്താൽ മതി. അപ്പോൾ ചെറിയ ബ്ലീഡിങ് വരണമെങ്കിൽ വലിയ ബ്ലീഡിങ് വരാണ്ട് സാധ്യതയില്ല. അപ്പോൾ ഞാനിതെല്ലാം ഇതെല്ലാം ഞാനാണ് ചെയ്തത്. ഇതെല്ലാം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പോയിട്ട് ആൻറ്റിബയോട്ടിക് എടുത്ത് പോയിട്ട് ഈ പിന്നെ ഞാൻ ഡ്രസ്സ് ചെയ്യാണ്ട് ഒരു ഹോസ്പിറ്റലിൽ പോയില്ല. എൻ്റെ വീട്ടിൽ പോയി ഞാൻ ഡ്രസ്സ് ചെയ്തതാണ്. ഇവിടെ ഇരുന്ന പഴയ സെൽസ് എല്ലാം അഴിയ സെൽസ് എല്ലാം ഞാനാണ് എടുത്ത് കളഞ്ഞു. ആടുത്തിനൊന്നും ചോദിച്ചിട്ട് എല്ലാം ക്ലിയർ ആയി. 15 ദിവസം 40 ദിവസത്തോളം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ വേണ്ടി കാരക്കുളം മെഡിക്കൽ കോളേജ് ഞാൻ പോയി എടുത്ത്. ഈ ബോൺ ഇത് മുറിക്കേണ്ടി വന്നു. വെഞ്ഞാറമൂട് വെച്ചുള്ള കടിയാണ്. ഇത് മുറിച്ചത് അങ്ങനെയാണ്. ഇത് കടിച്ചു കിട്ടി. എനിക്ക് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ട്രീറ്റ്മെൻറ്റ്. അത് ഞാനൊരു ട്രിവാൻഡ്രം തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ എല്ലാം ആംബ്യൂട്ട് ചെയ്യണം. ഇത് എടുത്താലേ പറ്റുള്ളൂ. അപ്പോൾ ഞാനിവിടുത്തെ മാംസം എല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഇതെല്ലാം ക്ലീൻ ചെയ്യണം. ഇത്രയും സ്കിന്നിലുണ്ടായിരുന്നു. ആ സ്കിന്നെ ഞാൻ വളരെ സൂക്ഷിച്ച് ക്ലിയർ ചെയ്ത് അതങ്ങനെ ആ സ്കിന്നെ അങ്ങനെ തന്നെ ഇട്ടു. നല്ല മെയിൻറ്റെയിൻ ചെയ്ത് നല്ല ക്ലീനാക്കി വെച്ചിട്ട് ബോൺ മാത്രം ഇങ്ങനെ കരിഞ്ഞ് കറുത്ത കളറിയുന്നത് ഡെഡായിപ്പോയി. അപ്പോൾ ഇതെടുക്കണം. അപ്പോൾ ഞാനെല്ലാം ക്ലിയർ ചെയ്തിട്ട് നേരെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു വലിയ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അവർ പറഞ്ഞ് അന്ന് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയമാണ്. വേണ്ട ഒരു 25,000 ഇപ്പോൾ കെട്ടി വെച്ചാൽ ഇപ്പോൾ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഹരിദാസ് എന്ന ഡോക്ടർ ലോഡ്സ് ഹോസ്പിറ്റലിൽ. അത് വിറ്റു അവർ. അവിടുന്ന് ഞാൻ പുള്ളി വിളിച്ചു. സുരേഷ് ഞാൻ നമുക്ക് ഇപ്പോൾ തന്നെ ക്ലിയർ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ നേരെ അവിടെ പോകുന്നു. അവർ അന്ന് അഡ്മിറ്റ് ആവുന്നു. അന്ന് തന്നെ അവർ കട്ട് ചെയ്ത് മാറ്റി ഇതിനെ ചുറ്റി ഞാൻ സേവ് ചെയ്ത സ്കിന്ന് അത് ചുറ്റി വെച്ചാൽ സ്റ്റിച്ച് ചെയ്തു. ഇതെല്ലാം എൻ്റെ അനുഭവങ്ങളാണ്. അപ്പോൾ അതൊക്കെ നിൽക്കട്ടെ. പറഞ്ഞാൽ നിങ്ങളുടെ എപ്പിസോഡും തീരത്തില്ല. നിങ്ങളെ കൊണ്ട് നാളെ എനിക്ക് വേറെ പ്രോഗ്രാമിൽ പങ്കെടുക്കേണ്ട ഇതുണ്ടോ. ഇത് ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് പാമ്പുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഒരുപാട് പാമ്പുകളുണ്ട്. ഇപ്പം പെറ്റായിട്ട് ഇവർ വളർത്തും. ഞാൻ മൂർഖനെ അധികം പിടിച്ചാൽ അത് വെനമുണ്ട്, അപകടമാണെന്ന് കുട്ടികളോട് പറയാറുണ്ട്. ഇത് പെറ്റായിട്ട് വളർത്തുമ്പോൾ ഇത് വളർത്തുന്ന സമയത്ത് കുട്ടികളൊക്കെ അത് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇത് സ്ഥിരം കൈകാര്യം ചെയ്യുന്ന കുട്ടികൾ നാളെ മൂർഖനെ പിടിക്കില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ആണിനെ പിടിക്കില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇതിനൊന്നും കുഴപ്പമില്ല. ഇത് നമുക്ക് ഡെമോ ചെയ്യാൻ പറ്റുന്നൊരു സാധനം. ഇത് നമുക്ക് വീട്ടിൽ വളർത്താനായിട്ട് ലൈസൻസിൻ്റെ ഇത് ബാൾ പൈത്തൻ എന്താ നിങ്ങൾ തരാം. ഇത് വാങ്ങിച്ചോളൂ. കാരണം വെച്ചാൽ ഇതിന്റെ പ്രത്യേകത അല്ലല്ല പറയാം. ഇതിപ്പോ നമ്മളൊരു ഞാൻ പാമ്പിനെ നക്കുന്നു ഉമ്മ വെക്കുന്നു എന്നൊരു പരാതിയുണ്ട്. എന്താ കാര്യം പറയാം, പാമ്പിന്റെ സ്കിന്നിൽ ഒരു പ്രോട്ടീനുണ്ട്. ഇതിനെ നമ്മൾ തൊട്ടാലോ തള്ളി നക്കിയാലോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതെല്ലാം ഞാൻ പാമ്പിന്റെ വെനം കുടിച്ചിട്ടുണ്ട്. ഭഗവാൻ ശിവൻ അവരിൽ ഒരു പ്രാവശ്യം കുടിച്ചപ്പോൾ ഞാൻ 919 പ്രാവശ്യം കഴിച്ചു ലൈവായി. എന്തിനു വേണ്ടിയാണെന്നറിയാം. നമ്മുടെ വീട്ടിൽ കിണറ്റിലൊരു പാമ്പ് വീണ കിണർ മൂടുന്ന ആൾക്കാരുണ്ട്. ഇവരെയൊക്കെ തെറ്റിദ്ധാരണ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തുകൊണ്ടുവന്നത്. പാമ്പ് എൻ്റെ ഒരു അപകടമില്ല, നിങ്ങൾക്ക് വെള്ളം ഉപയോഗിക്കാൻ പ്രശ്നമില്ലെന്ന് കാണിക്കാൻ വേണ്ടി. വെനം പ്രോട്ടീൻ ഇതെന്ന് പറഞ്ഞ് നിങ്ങൾ കഴിക്കണമെന്ന്. കഴിച്ചിട്ട് എനിക്ക് ആൻറ്റിബോഡി ഉണ്ട്. അപ്പം ഞാൻ കഴിച്ചു എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ അനുകരിക്കണം നിർബന്ധമുണ്ട്. ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് അപകടം ഉണ്ടാകും. എനിക്ക് എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. നിങ്ങളങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഡോക്ടേഴ്സും ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആൻറ്റിബോഡി ഉള്ളതെന്ന് ഡോക്ടർമാർ കണ്ടെത്തിയോണ്ടാണ്. അത് എനിക്കറിയാമല്ലോ. കാരണം എനിക്ക് ഒരുപാട് ഞാൻ മുട്ട വിരിക്കുന്ന 20,000 മുട്ട എൻ്റെ വീട്ടിൽ വിരിയിച്ചു. അതിൻ്റെ എത്ര കുട്ടികളെ കുഞ്ഞുങ്ങളെ കടി ഞാൻ മെഡിസിൻ എടുത്തിട്ടില്ലല്ലോ. ആണെങ്കിൽ കുഞ്ഞുങ്ങളെ കടി കിട്ടി ഞാൻ മേടിച്ചു. അപ്പോൾ ഇതൊക്കെ എൻ്റെ ശരീരത്തിൽ ആൻറ്റിബോഡി ഉള്ളതുകൊണ്ട് തിരിച്ചറിഞ്ഞെന്നുള്ളതുകൊണ്ടാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് എൻ്റെ ശരീരത്തിൽ അപകടം ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞാൽ കുടിക്കുന്നത് നല്ലതല്ല. ഞാൻ ബോധവൽക്കരണത്തിന് ചെയ്തത് അവിടെ ഇതുണ്ട്. ഇതിനൊരു പ്രത്യേകത എന്നറിയാം. ഇത് ഒരുപാട് ഇതാ പിടിച്ചോളൂ. ഇത് ഒരുപാട് ധൈര്യമായിട്ട് പിടിക്കുക. എന്തെന്നറിയാം, ലക്ഷക്കണക്കിന് ആൾക്കാർ തൊട്ടിട്ടുള്ള പിടിച്ചിട്ടുള്ള സാധനമാണ്. അല്ല എന്തെന്നറിയാം, പറയാൻ കാരണന്നറിയാം. ഇത് നമ്മുടെ മലയാളം, തമിഴ്, തെലുങ്ക് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള പാമ്പാണ്.
അപ്പോൾ അവിടെ കൊണ്ടുപോയി ഒരുപാട് ആക്ടേഴ്സിനെ എടുത്ത് കൈകാര്യം ചെയ്യുന്ന പാമ്പ്. ഇത് ഈ പാമ്പ് കടിക്കുന്ന സാധനം, പക്ഷേ ഇത് ഇപ്പം കടിക്കാറേ ഇല്ല, വളരെ ഫ്രണ്ട്ലിയാണ്. പക്ഷേ സാധനം പാമ്പുകൾ അങ്ങനെ ഫ്രണ്ട്ലി അല്ല. പക്ഷെ ഇദ്ദേഹം ഒരാളിനെ പോലും ഒരു ബൈറ്റ് ചെയ്യില്ല. ഇത് ഷാജി എന്ന് പറഞ്ഞൊരു ബാലനടത്തിൽ ചെറുപ്പക്കാരൻ്റെ കയ്യിലുള്ളതാണ്. അതിൻ്റെ മൂന്നും പെമ്മക്കളാണ് ഇതിനെ കൈകാര്യം, അല്ലെങ്കിൽ ഒരു മോള് മാത്രമേ കൈകാര്യം ചെയ്യും. ഒരു ഭയമില്ല. പക്ഷേ ഇദ്ദേഹം ഒരാളിനെ പോലും കടിച്ചിട്ടില്ല. ഇത് എന്താ പറയുക അറിയാലോ, ഇത് പല്ലുള്ള ആളാണ്, ഇത് കടിക്കുന്ന ആളാണ്, കണ്ടല്ലോ. വെനമസ് ഒന്നും അല്ല, പൈത്തൺ ഫാമിലിയാണ്. ഇപ്പോൾ ഇതിനെ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ നമുക്ക് വാങ്ങാൻ കിട്ടുന്നുണ്ട്, വളർത്താൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ വളർത്തുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പേടി മാറ്റാൻ പറ്റില്ല. പക്ഷേ വളരെ കുഴപ്പമുള്ളത് ചിലപ്പോൾ എന്താ പറയുക, ചില കൊച്ചുകുട്ടീനെ കണ്ട് വീട്ടിലേക്ക് വളർത്തുമ്പോൾ അതിനെ സ്നേഹിച്ചെടുത്തോണ്ട് കടന്നിട്ട് ചിലപ്പോൾ വല്ല മൂർക്കൻ പറമ്പിൽ കൂടെ പോകുന്ന മൂർക്കൻ്റെ വാലി പിടിച്ച് വീടിനകത്തോണ്ട് വെച്ചു സംഭവിക്കും. ഇത് വാങ്ങിച്ചോളൂ, ഇതുവരെ കടിക്കത്തില്ല കേട്ടോ. ഒന്നും ചെയ്ത അവിടെ ചുമ്മാ മടി ഒന്നും ചെയ്തില്ല, അവിടെ മിണ്ടാതിരിക്കും. പറയട്ടുള്ളായിരുന്നു കേട്ടോ. അവിടെ ഇരുന്നോട്ടെ. ആ തലയെടുത്ത് മടിയിലോട്ട് വെച്ചോളൂ. ആ പതുക്കെ വളരെ സോഫ്റ്റ് ആയിട്ട് കൈ അങ്ങനെ തന്നെ വെച്ചോളൂ. അവൻ കയ്യിൽ കൂടെ കയറിക്കോളൂ. അവൻ കൈ അപ്പുറത്തോട്ട് കയ്യിൽ കയറും. കയ്യിൽ വെച്ചു, കയ്യിൽ കയറും. അല്ലല്ല, കടിക്കത്തില്ല. ഞാനല്ലേ പറഞ്ഞ കടിക്കത്തില്ല. നിങ്ങൾ സമാനപ്പെട്ടിരിക്കും. എന്റെ പൊന്നു മോനെ, സ്വാമി. ശരി, പതുക്കെ എടുത്തു. അങ്ങനെ പതുക്കെ അവനെ പേടിപ്പിക്കണം, അവന് ടെൻഷൻ കൊടുക്കണം. വളരെ ചേട്ടാ അപ്പോൾ ഇങ്ങനെ ഇദ്ദേഹത്തിന് ഇതറിയാലോ. ഇതിന് സാധാരണ പണ്ടൊക്കെയാണ് സിനിമയിലൊക്കെ പാമ്പിൻ്റെ പല്ല് കെട്ടും, വായി കൊരുത്ത് കെട്ടും, പല്ല് പറിച്ചിട്ട്. ഇതുണ്ട്, ഇതും എപ്പോഴും കടിക്കാം. ഇതുവരെ കടിച്ചൊരു സംഭവം ഉണ്ടായിട്ടില്ല. കണ്ടോ? ഞാനങ്ങനെ അവനെ സാറിന് അവരെ അങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഇദ്ദേഹത്തിന് ഞാനിപ്പോൾ അവയർനെസ് പ്രോഗ്രാമിനൊക്കെ ഇതിനെ കൊണ്ടുവന്നു. ഇപ്പോൾ കുട്ടികളൊക്കെ തൊടിയിപ്പിച്ച് ഒരു ടെൻഷൻ പേടി മാറ്റാൻ വേണ്ടി ഞാൻ ഇദ്ദേഹത്തിനെ ഉപയോഗിക്കാറുണ്ട്. പുള്ളി ഇത് വേറെ കൊടുക്കാറില്ല, കാരണം ഇത് പുള്ളിയുടെ ഒരു അസറ്റാണ്. കാരണം 8 വർഷമായി പുള്ളിയിൽ വന്നിട്ട് പുള്ളി ഉപയോഗിച്ച് സിനിമയിലൊക്കെ ഒരുപാട് സിനിമയിലൊക്കെ, പക്ഷേ സിനിമയിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇത്ര ഉണ്ടാവും പാമ്പ്. പക്ഷെ ഇതാണ് സാധനം. ഇതിനെ നിങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ നല്ല നീളത്തിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. എനിക്ക് അതിന്റെ തല അടുത്തേക്ക് വരുമ്പോഴായിരുന്നു പേടി. ബലമില്ല. ഇതിനിപ്പോൾ നമ്മൾ തൊട്ടു, തലോടി, നക്കി, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരു അലർജി അങ്ങനെ ഒന്നും. പക്ഷെ ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ഒരുപാട് ദുഷ്പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. പാമ്പിനെ തൊട്ടാൽ അസുഖം വരും. ഇപ്പം ഞാൻ ഇന്നലെ മെനിഞ്ഞാന്ന് എനിക്കൊരു സംഭവം ഉണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് ദുരനുഭവങ്ങളുണ്ടായിരുന്നു. ഇന്നലെ ഒരു സ്ഥലത്ത് ഞാൻ പാമ്പിനെ പിടിക്കാൻ പോയിട്ട് പിടിച്ചു. കൈയൊക്കെ കഴുകി, സോപ്പിട്ട് ഹാൻഡ് വാഷ് ഇട്ട് കഴുകി വന്ന സമയത്ത് എഡ്യൂക്കേറ്റഡ് ആയ ഒരാൾ, ഞാൻ ഷേക്കൻഡ് കൊടുത്തിട്ട് കൈ കൊടുത്തിട്ട് എനിക്ക് ഷേക്കൻഡ് തന്നു. ഇന്നലെ ഒരാൾ ഷേക്കൻഡ് കൊടുത്തിട്ട് ഷേക്കൻഡ് തന്നില്ല. കൈ പെട്ടെന്ന് എൻ്റെ കയ്യിലിങ്ങനെ ഒരു കൈ വലിച്ചു വന്നു. ഒരു 10 ദിവസം കൊണ്ട് മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റി അനിയത്തി ഷുഗർ കൂടിയിട്ട് കണ്ണിന് കാഴ്ചയും കുറഞ്ഞു, കാർഡിയ പ്രശ്നം, പിന്നെ കിഡ്നി പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അനിയത്തിന് അപ്പോൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് 8 ദിവസം കിടന്നു. ഞാനപ്പോൾ അനിയത്തി കാപ്പി കഴിഞ്ഞുകൊണ്ട് താഴോട്ട് ഇറങ്ങിയപ്പോൾ ഒരാൾ അന്തം വിട്ട് എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. സുരേഷ് അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറയുന്നു വന്നു, പരിചയപ്പെട്ട് വളരെ സന്തോഷം ചിരിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് പുള്ളി ഷേക്കൻ്റെ എനിക്ക് വന്നു. അപ്പം ഞാൻ ഷേക്കൻ്റെ കൈയും കൊണ്ട് പുള്ളി പെട്ടെന്ന് കൈ മാറ്റി കളഞ്ഞിട്ട് എൻ്റെ കയ്യിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, പെട്ടെന്ന് കൈ മാറ്റി. അപ്പോൾ അതങ്ങനെ അത് കഴിഞ്ഞ് അതിന് മുന്നേ ഒരാഴ്ചക്ക് മുന്നേ അവിടെ മനസ്സിലുണ്ടാകുന്ന ഒരു എന്താ പറയുക, ഞാൻ മോശക്കാരനെന്നുള്ളതല്ല, എന്നെ പാമ്പിനെ പിടിക്കുന്നത് കൊണ്ട് അതുവഴി എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ, അസുഖങ്ങളുണ്ടോ പകരുന്നുള്ള ഭയമായിരിക്കാം. ഒരു സോപ്പിട്ട് കഴിഞ്ഞാൽ കുഞ്ഞിനെ തൊടാനായിട്ട് ഇങ്ങനെ കാലിൽ ഞാൻ പൊട്ടികളച്ച് കവിളിലൊന്നും ഞാൻ തൊടാറില്ല. ഒരു മക്കളെ കവിളിൽ തൊടാൻ ഞാൻ കവിളിലൊന്നും കുട്ടികളൊന്നും. എനിക്ക് കുഞ്ഞുങ്ങളെന്നും എൻ്റെ ഒരു ആരാധന കഥാപാത്രമാണ്. അങ്ങനെ എൻ്റെ 16 കടികൾ, അപകടപ്പെടുന്ന 16 കടികളും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരാളാണ്. എനിക്ക് 2 പ്രാവശ്യം വണ്ടി ആക്സിഡൻറ്റ് നട്ടലിൽ പൊട്ടിയത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, പൊട്ടുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. മലയാളപ്പടിയിൽ പാമ്പിനെ പിടിക്കുന്നത് മതിലിടിഞ്ഞു കൊണ്ട് ഞാൻ എൻ്റെ നട്ടലിൽ പൊട്ടുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാം നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ആ സമയത്തൊക്കെ ഒരു കൊച്ചു കുട്ടിയാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്, ഇതെല്ലാം കാണിച്ചു തരുന്നത്. അപ്പോൾ എനിക്ക് മക്കളെന്നും ആരാധന കഥാപാത്രവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കൊച്ചിനെ കാലി തൊടാനായിട്ട് ഒരു കൊച്ചു അമ്മ കൊണ്ട് ഓടിക്കണം, കുഴപ്പമില്ല, പ്രശ്നമുള്ള അസുഖം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ദുരനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടാകും. പക്ഷെ ഞാനതൊന്നും മനസ്സിൽ കണക്ക് കൂട്ടാറില്ല.
അത് അങ്ങനെ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവർ നോക്കുമ്പോൾ എൻ്റെ പണ്ട് പറയും പാമ്പിനെ ശാപമൊക്കെ വരുന്ന സമയത്ത് വെള്ളപ്പാടുകൾ വരാറുണ്ടെന്ന്. ഇതാണെന്നല്ല, ഇത് എൻ്റെ കയ്യിലിരിപ്പുണ്ട് പടക്കം പൊട്ടിയിട്ട് പൊള്ളിയതാണ്, അല്ലാതെ പാമ്പിനെ കൊണ്ടുണ്ടായത്. അതും വേണമെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ പറയൂല്ലേ. അതുകൊണ്ട് അവർ ധാരണ അങ്ങനെ ആയിരിക്കാം, അവരെ മനസ്സിൽ അങ്ങനെ, അതുകൊണ്ടായിരിക്കും അവരങ്ങനെ കാണിക്കും. കുഴപ്പമൊന്നും, എനിക്ക് സന്തോഷമല്ല. ഇത്രയും എനിക്ക് തോന്നുന്നു സുരേഷിന്റെ 13ാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ്. ഒരിക്കൽ പോലും ഒരു പേടി എന്ന് പറഞ്ഞൊരു ഫാക്ടറി കടി കേൾക്കുമ്പോഴോ അതിന് മുന്നേ ഒന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഞാൻ ഒരിക്കലും മരണത്തെ ഭയപ്പെടാറില്ല, ഒരു സാധനത്തെ ഭയപ്പെടാറില്ല. ഞാൻ ഇന്നലെ രാത്രി കാട്ടി പോകുന്ന ആനയുടെ ഭയങ്കര തിരക്കാക്കും. കാട്ടുപോത്തൊക്കെ നമ്മൾ തൊട്ട് റോഡിൽ തന്നെ പോയി, നമ്മളതിന് മൈൻഡ് ചെയ്യാൻ, അവനെ ഡിസ്റ്റർബ് ചെയ്യാൻ പോയില്ല. അവർ തെറ്റിയെന്നുകൊണ്ടിരിക്കുന്നു, നമ്മളെ പാതയിൽ കൂടെ പോയി. ആന എഴുതാനൊക്കെ ഇഷ്ടം പോലെയാണ്, ഞങ്ങൾ അതിനൊന്നും മൈൻഡ് ചെയ്യാനേ പോയില്ല. അവർ നമ്മളെ ലൈറ്റ് കാണുമ്പോൾ അവർ മാറി അങ്ങ് നിൽക്കുന്നു, നമ്മൾ മിണ്ടാതെ പോവുക. നമ്മൾ മൊബൈലും പൊക്കി പിടിച്ച് വീഡിയോ എടുത്ത് അവൻ്റെ പുറകെ കിടക്കുമ്പോഴാണ് ഈ നാട്ടിൽ ആന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഈ കാണുന്ന ആന ആക്രമിക്കുന്ന എല്ലാം ഈ മൊബൈലിൻ്റെ സാധനം എടുത്തുകൊണ്ട് വീഡിയോ എടുക്കാൻ ചെല്ലുന്ന പറഞ്ഞു. വീഡിയോ എടുത്തിട്ടില്ല, വീഡിയോ മര്യാദയ്ക്ക് തിന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ പിന്നെ ശല്യപ്പെടുത്തും. നമ്മൾ കേരളം വിട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒക്കെ നമുക്ക് കാണാൻ പറ്റും, ആവശ്യമില്ലാത്ത പണിക്കും, അതുകൊണ്ട് അപകടം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഞാൻ ഉപദ്രവിക്കാറില്ല, ഒരു മൃഗങ്ങളെ പുറകെ ഞാൻ ശല്യപ്പെടുത്താൻ പോകാം. അപ്പോൾ എനിക്ക് പേടിയുള്ളൊരു സാധനമുണ്ട് കേട്ടോ, ലോകത്ത് എനിക്ക് പേടിയുള്ളൊരു വലിയ സാധനം, ലോകത്തിലെ ഏറ്റവും വലിയൊരു സാധനം. അതായത് ഈ ഇലയിലൊക്കെ ഇരിക്കുന്ന ഈ രോമമുള്ള പുഴുവില്ലേ, അത് കണ്ടാൽ എനിക്ക് ബോധക്കേടുണ്ടാവും. അത് കാരണം വെച്ചാൽ പണ്ട് ചെറുപ്പത്തിൽ എൻ്റെ ചേട്ടൻ മുന്നേ ഞങ്ങളെ കളിക്കുമ്പോൾ ഞാൻ ഭയങ്കര മര്യാദക്കാരനാണ്, പറഞ്ഞാൽ കേൾക്കില്ല. അപ്പോൾ എൻ്റെ ചേട്ടൻ അനിയത്തെ കൂടെ എന്നെ പിടിച്ച് കെട്ടിയിട്ട് ഈ സാധനം ഉണ്ട് ദേഹത്ത് കുടഞ്ഞിടുന്നത്. അപ്പോൾ അന്ന് കിട്ടിയ ആ ചൊറിച്ചിൽ, ആ ഒരു ഓർമ്മ ഇന്നും അതിനെ കാണുമ്പോൾ ഒരു വൈക്ലപ്യം, അറിയാതെ മനസ്സിലെന്തോ ഒരു ഫീൽ ഉണ്ടാവും. ആൾക്കാർ കേൾക്കുമ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇന്ന് കണ്ടാലും എനിക്കത് കാണുമ്പോൾ ഒരു വല്ലാത്തൊരവസ്ഥ. ഒരു അട്ടയാണെങ്കിൽ ഞാൻ കൈൻ്റെ അടുത്ത് കളയും, പക്ഷെ എനിക്ക് ഇതിനെ കാണുമ്പോൾ ഭയങ്കര പ്രശ്നം. പുറത്തേക്ക് മീൻസ് പാമ്പുകൾ ഇറങ്ങുന്നതിന്റെ പ്രധാന കാരണം ക്യാച്ച് ചെയ്യാൻ ആളുകൾ ഉണ്ട് എന്നുള്ളത് മാത്രമായിരിക്കില്ലല്ലോ. ഇപ്പൊ തുറന്നു വിടുന്ന എവിടെയാ കണക്കുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞു വന്നത്. എന്നെ ഇപ്പൊ എവിടെ കൊണ്ടുപോയി വിടുന്നു എന്നുള്ളതാണ്. വനം വകുപ്പ് ചെയ്യുന്നതിൽ പിടിക്കുന്നവർ കാട്ടി വിടുന്നു, അത് ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷെ ബാക്കി ആൾക്കാരറിയാത്ത കുറെ ക്യാച്ചർമാർ ഒരുപാടുണ്ട്. അവർ ട്രെയിനിങ് നേടുന്നു, പോകുന്നു, പിന്നെ വനം വകുപ്പോട്ടൊരു ബന്ധമില്ല. ഇവർ ആരാണ് എന്താണെന്ന് അറിയില്ല. ഒരു വീട്ടിൽ ചെന്ന് പാമ്പ് പിടിക്കുന്നു, 2000, 3000, 4000 വാങ്ങും. അപ്പോൾ ഒരുപാട് കണക്കുകൾ, ഒരുപാട് പേരുടെ ലിസ്റ്റ് ഉണ്ട്. എന്നിട്ട് പോണ വഴിക്ക് എവിടെയെങ്കിലും റിലീസ് ചെയ്യും. ഇപ്പോൾ ഞാൻ റിലീസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ചേര, എന്നിട്ട് കാട്ടിക്കൊണ്ടല്ല, നീർക്കോലി കാട്ടിക്കൊണ്ടല്ല, കാട്ടുപാമ്പ് കാട്ടിക്കൊണ്ടല്ല, ചുവർപ്പാമ്പ്, വില്ലൂന്നി, ഈ വനമില്ലാത്ത ഒന്നിനെയും കാട്ടി ഇടേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ വനമുള്ള പാമ്പിനെ തുറന്നു വിടാറുണ്ട്. എവിടെയാണെന്ന് അറിയാം. ഇപ്പം നമ്മളൊരു വീട്ടിൽ പാമ്പിനെ പിടിക്കാൻ പോയി, എന്തെങ്കിലും അപകടപ്പെട്ടു, മരണപ്പെടും, 1-2 മണിക്കൂറിനകത്ത് മരണപ്പെടും. അങ്ങനെ എവിടെയെങ്കിലും അങ്ങ് കായലിൻ്റെയോ അങ്ങനെ തീർത്ത് എവിടെയെങ്കിലും, കാരണം വെച്ചാൽ ഇതിന് ഞാൻ വീട്ടിൽ കൊണ്ട് വെച്ചാൽ അവിടെ ഇരുന്ന് മരിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ചിലപ്പോൾ എന്നും വീട്ടിൽ വരുന്ന ഒരാളല്ല, അപ്പോൾ ഇവിടെ ഇരുന്ന് മരിച്ചത് നാറും, അപ്പോൾ അത് പരാതിയാവും. ഇപ്പം ഞാൻ താമസിക്കുന്ന ലോഡ്ജിലാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇപ്പം മണ്ണെണ്ണ ഒരു വർഷത്തിൽ എങ്ങനെ ഒരു 200 എണ്ണമെങ്കിലും മരിക്കാറുണ്ട് എൻ്റെ കയ്യിൽ. കാരണം മണ്ണെണ്ണ ഒഴിച്ച് ഒരുപാട് ആൾക്കാരത്ത് മണ്ണെണ്ണ പാമ്പ് വരാതിരിക്കുക ഒഴിക്കാൻ പറയും. ആളുകൾ പാമ്പിൻ്റെ ദേഹത്താണ് ഒഴിക്കുന്നത്. പാമ്പിൻ്റെ ദേഹത്ത്, ഇപ്പം നമ്മുടെ ദേഹത്ത് നിങ്ങൾ എന്നെ ഒന്ന് പരീക്ഷ വെച്ച് നോക്കിയാൽ, നാളെ വീട്ടിൽ പോയിട്ട് ഇന്ന് വീട്ടിൽ ഇവിടെ ഒരു സ്കിന്നിൽ തൊലി കയ്യിൽ ഇവിടെ എവിടെയെങ്കിലും ഒരു ഡ്രോപ്പ് കെറോസിൻ വെക്കുക, നാളെ അവിടെ സ്ഥലത്ത് വെക്കുക, എന്നിട്ടൊന്ന് നോക്കുക, അവിടെ മൊത്തം ഡ്രൈ ആയിരിക്കും. നമ്മുടെ ശരീരത്തിൽ പോലെ അത് എഫക്റ്റ് ആവും. അപ്പോൾ കോൾഡ് ബ്ലഡ് ആയ പാമ്പുകളുടെ സ്കിൻ, കെരാറ്റിൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ സ്കിന്നിൽ അടങ്ങിയിരിക്കുന്ന ജീവിയുടെ ശരീരത്തിൽ എന്തായിരിക്കും അവസ്ഥ? കെരാറ്റിൻ നമുക്ക് എല്ലാവർക്കും ഉള്ളത്, തലമുടി വളരണമെങ്കിൽ കെരാറ്റിൻ വേണം, നഖത്തിൻ്റെ നഖം, അതെല്ലാം അതൊക്കെ ശരി. പക്ഷേ പാമ്പുകൾ കോൾഡ് ബ്ലഡാണ്. അപ്പോൾ അതിൻ്റെ ദേഹത്തിന് പൊള്ളിപ്പോകും, മരിച്ചു വന്നു. അപ്പോൾ ഇങ്ങനെ എടുത്ത് ഒഴിച്ചു കൊടുക്കുന്നതിന് ഞാൻ ഈ 4-5 ദിവസങ്ങൾക്ക് മുന്നേ എടുത്ത് വിളിച്ച് വന്ന് ഓടി വരാമ്പോൾ ഞാൻ രാത്രി 4-5 ഓടിച്ചെന്നു. ചെന്നപ്പോൾ ഒരു 5 ലിറ്റർ ഡീസലുണ്ടായിരുന്നു. ഈ 5 ലിറ്റർ മാളത്തിൽ ഒഴിച്ചു. ഞാൻ നോക്കിയ മാളത്തിനകത്ത് പാമ്പ് നല്ല ചുറ്റി ഇരിപ്പുണ്ട്, പക്ഷെ വെട്ടിത്തോണ്ടെടുത്തപ്പോൾ അനക്കമില്ലെന്നുള്ളത് മാത്രം, മരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട്. പോട്ടെ, അതൊക്കെ നമുക്ക് ഇല്ല. ഞാനത് എൻ്റെ സംശയം ചോദിക്കാൻ, സാധാരണ ഞാൻ കണ്ടിട്ടുണ്ട് ചിലർ വെളുത്തുള്ളി ചതച്ചിട്ടിടും, പാമ്പ് പൊക്കോളും, മണ്ണെണ്ണ തൂത്താ മതി ഇവിടെ എല്ലാം പാമ്പ് പൊയ്ക്കോളും എന്നെല്ലാം വീടുകളിൽ സാധാരണയായിട്ട് പറയുന്നതെന്ന്. അതിന് വെളുത്തുള്ളി ചെടി എന്ന് പറഞ്ഞൊരു ചെടിയുണ്ട്, ചിലർ വീടുകളിൽ അത് വളർത്തും, ഇത് വളർത്തി കഴിഞ്ഞാൽ പാമ്പ് വരില്ല എന്ന് പറയുന്നത്. അതൊക്കെ ഒരു കാര്യമുണ്ട്. പാമ്പിന് കണ്ണുണ്ട്, കാഴ്ചയില്ല. എക്സ്ട്രാ നെഗറ്റീവോ ഷാഡോ നേരിട്ട് മാത്രമേ കാണാൻ പറ്റൂ. മൂക്കുണ്ട്, സ്മെല്ലെടുക്കാൻ കഴിയില്ല. ബ്രീത്ത് ചെയ്യാൻ മാത്രമേ ഉള്ളൂ, പുറത്തേക്ക് ആവത്തെ വായി കൂടി മൂക്കുന്ന ശ്വാസം എടുക്കും, അതിന് മാത്രമേ അത് കഴിയൂ. ചെവിയുണ്ട്, തൊലി കൊണ്ട് മുടി, കേൾക്കാൻ കഴിയില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ ജേക്കപ്പ് ഓർഗൻ, സെൻസിങ് ഓർഗൻ, അത് ടങ്കാണ് മെസ്സേജ് കൊടുക്കുന്നത്. അതിനാണ് നാക്ക് പുറത്തേക്ക് മണം എടുക്കുക. ചെടിയുടെ ഗന്ധം എടുക്കാൻ കഴിയില്ല. വെളുത്തുള്ളി നല്ലതാണ്, പാമ്പ് വരാതിരിക്കാൻ അല്ല.
വയറ്റിൽ മറ്റേ ഗ്യാസൊക്കെ ഉള്ളവർക്ക് 2 കഴിച്ചിട്ട് രാത്രി ഗ്യാസ് പോയി കിട്ടും. അല്ല പാമ്പോട്ടി യാതൊരു ബന്ധമില്ല. ഇതൊക്കെ ചുമ്മാ തെറ്റിദ്ധാരണയാണ് എല്ലാവരും. പിന്നെ പണ്ട് ശരിയായിരിക്കാം. പണ്ട് കാലത്ത് അറിയാലോ, ഇപ്പോൾ വീട്ടിൻ്റെ പുറകിലും അമ്മിയിൽ വെച്ച് ചമ്മന്തി അരച്ചുകൊണ്ട് അങ്ങനെ മൊത്തം ചെന്ന സമയത്ത് താഴെ കൂടെ അങ്ങോട്ട് ഒരു ചേര പോയി. അപ്പോഴും വെളുത്തുള്ളിയെ ചതച്ചത്. ഇതിന് വെള്ളത്തിൽ വാരി കലക്കിയിട്ട് പൊക്കി ഒഴിച്ചു കൊടുത്തു. ഈ പൊക്കത്തിൽ നിന്ന് വെള്ളം വന്ന് വന്നപ്പോൾ ചേര കടിച്ചു, അത് സ്പീഡിലങ്ങ് പോയി. ഉടനെ അന്നോട്ട് വെളുത്തുള്ളി പ്രായമായി. ഇനി നിസ്സാരം ഒരു കാര്യം ചെയ്യട്ടെ, നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഈ സന്ധ്യ ആകുമ്പോൾ ഒരു ചെടിയുടെ മണം, ഒരു കപ്പ പുഴുങ്ങുന്ന മണം അനുഭവം നടക്കുമ്പോഴും അപ്പൊ നമ്മുടെ മുത്തശ്ശിയാർ പറയുന്നത് പാമ്പ്. അത് പാമ്പിന് പേരുമുണ്ട്, ചേനത്തണ്ടൻ, അണലി, വട്ടക്കൂറ, വായി തുറന്നിരിക്കുന്നു. പിന്നെ കേരളത്തിൽ അണലിയെല്ലാം വാച്ചിട്ടിരിക്കില്ല 6 മണിയാകുമ്പോൾ ഒന്ന് വായും തുറന്നിരിക്കാനായി. എന്തൊക്കെ പൊട്ടതുള്ള പണ്ടത്തെ മുത്തശ്ശിയാർ തള്ളി വെച്ചിരിക്കുന്നത്. അത് പാമ്പ് നല്ലതാണ്. പാമ്പിന്റെ മണമല്ല, അതൊരു ചെടി, പാടത്താളി എന്നറിയപ്പെടുന്ന ഒരു ഔഷധ പുൽച്ചെടി. തലയിൽ താരൻ വരുമ്പോൾ തേക്കുന്നതല്ല, ചെറിയ പുല്ലാണ്, ചെടിയാണ്. കടുവിൻ്റെ അതിനുള്ള പൂവാണ്, കായാണ്. 4 മണിയാകുമ്പോൾ പൊട്ടി തുടങ്ങും, 6 മണിയാകുമ്പോൾ പൂർണ്ണമായിട്ട് വരും. അത് സന്ധ്യയ്ക്ക് മണം അനുഭവപ്പെടുന്നത്. പണ്ട് കാലത്ത് നമുക്ക് അനിവാര്യമാണ്. അവന് ഇന്നത്തെ പെൺമക്കളെക്കാളും പറഞ്ഞാൽ കേൾക്കാത്ത പെൺമക്കളായിരുന്നു പണ്ട്. നങ്ങേലിയുടെ ജീവചരിത്രം വായിച്ചിട്ടുണ്ടോ? അമ്മ അച്ഛനും പറഞ്ഞാൽ കേൾക്കത്തെ. ഉണ്ണിയാർച്ച എന്താണ്? അമ്മ അച്ഛനും പറഞ്ഞാൽ കേൾക്കുക. അവർ രാത്രിയാകുമ്പോൾ ഒരു ഉറുമയെടുത്ത് കെട്ടിക്കൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് സഞ്ചരിക്കും. അപ്പം ഇങ്ങനെയുള്ള പെൺമക്കളെ അന്ന് ഇങ്ങനെയല്ല, ഇങ്ങനെ അല്ലാത്ത പെൺമക്കളെയും രാത്രി കാലങ്ങളിൽ അനാവശ്യമായ കാര്യങ്ങൾക്ക് വീട്ടിൻ്റെ പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്ന ഒരു കഥ മാത്രമായിരുന്നു ഇത്. അന്ന് ഇത് അനിവാര്യമായിരുന്നു. അന്ന് ലൈറ്റില്ല, ഒന്നുമില്ല. അപ്പോൾ അന്ന് ഇവരെ പ്രൊട്ടക്ട് ചെയ്തേ മാർഗമുള്ളൂ, വേറെ മാർഗ്ഗമൊന്നുമില്ല. വേറെ 5 എണ്ണം എന്ന് പറഞ്ഞാലും നിക്കർ പോലീസ് എന്ന് പറഞ്ഞാലും അവർക്കൊന്നും ഒരു മാനമില്ല. അവർക്ക് ഇതേ ഉള്ളൂ, പാമ്പിനെ പേടിയുള്ളൊരു കാര്യം. അന്നത്തെ കഥ അതാണല്ലോ. ഇപ്പം നമ്മൾ കഥകളുടെ പുറകെയാണ് സഞ്ചരിക്കുന്നില്ല, കഥകളുടെ പുറകെ, യാഥാർത്ഥ്യത്തിലേക്കല്ല. അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം, അപ്പോൾ ഇപ്പം നമുക്ക് തൃശ്ശൂരത്തെ കേസിൽ, തൃശ്ശൂർ മോൻ പാമ്പ് കടിയിട്ട് മരണപ്പെട്ടു, ശംഖുവരൻ പാമ്പ് കടിയിട്ട് മരണപ്പെട്ടു. ഈ പാമ്പ് എവിടെ നിന്ന് തോന്നുന്നു, പിന്നെ അങ്ങോട്ട് വാർത്തകളായി. എങ്ങനെയാണ് മരിച്ചതെന്നോ എന്തുകൊണ്ടാണ് മരിച്ചതെന്നോ. ഇപ്പം നമുക്ക് ചെറിയങ്കടുത്ത് മോനെ പാമ്പ് കടിയേറ്റ സമയത്ത് മോൻ പറഞ്ഞപ്പോഴാണ് അവരറിയും. 2:30 മണിയായി, രാത്രി 2:30 മണി. എത്ര മിനിറ്റ് മുന്നേ കടിച്ചെന്ന് അവർക്കറിയില്ല. ചിലപ്പോൾ മോൻ കൊതു കടിച്ച് കുറേ നേരം ഡിലേ ആയി കാണും. അത് കഴിഞ്ഞായിരിക്കും പറഞ്ഞത്. അത് കഴിഞ്ഞ് മോനെ എടുത്തുകൊണ്ട് പോയത് ബൈക്കിലാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, ഒരു കാരണവശാലും പാമ്പ് കടിയേറ്റാൽ ബൈക്കിലോ കൊണ്ടുപോകാൻ പാടില്ല. രണ്ടാമത്, ഈ കോട്ടയം ജില്ലയിൽ ഒരു അമ്മയ്ക്ക് ഒരു കൊച്ചുകുട്ടി മോന് അന്ന് എനിക്ക് ഒരു 3 വർഷം, 6 വയസ്സുള്ളൊരു മോനെ 7 വയസ്സുള്ള മോക്ക് പാമ്പ് കടിയിട്ടു. അമ്മ മേളിൽ എടുത്തുകൊണ്ടുമ്പോൾ എന്താ സംഭവിക്കാം? അവരും കുലുങ്ങുന്നു, മോനും കുലുങ്ങുന്നു. അപ്പോൾ എല്ലാം സർക്കുലേറ്റ് കടിച്ച വശം ബോഡി ഫുള്ള് സർക്കുലേറ്റ് മരിച്ചുപോയി. ഒരിക്കലും അത് നിങ്ങൾ ചെയ്യരുത്. കുട്ടിക്കോ നിങ്ങൾ ആർക്ക് പാമ്പ് കടിയിട്ടിലും, നിങ്ങൾ ചില ആൾക്കാരൊക്കെ ഞാൻ മസിൽമാൻ അല്ല എടുത്തുകൊണ്ട് ഓടാൻ നിൽക്കും. ഒരിക്കലും ചെയ്യരുത്. പാമ്പ് കടിയിട്ട ഒരാളിനെ എടുത്തുകൊണ്ട് ഓടാനോ നടക്കാനോ പാടില്ല. അദ്ദേഹത്തിന് അവിടെ പിടിച്ചിരുത്തുക. തോളിലിടുന്ന ഒരു വിനോദമുണ്ട്, അതും പാടില്ല. ഒന്നുകൂടി ഓർപ്പിക്കുന്നു, നിങ്ങൾ ഈ ഇടയ്ക്ക് കാലത്ത് ഒരു പെൺകുട്ടിയുടെ ഒരു വീഡിയോ കാണാനുള്ളൊരു അവസരം ഉണ്ടായി. ഞാൻ അതിനെ എതിർത്ത് പറയുന്നു. അവർ പറയുന്നു, നിങ്ങൾ പാമ്പ് കടിയേറ്റാൽ വീട്ടിലിരിക്കുക, ആംബുലൻസ് ഒന്ന് കൊണ്ടുപോകും. എങ്ങോട്ടാണ് കൊണ്ടുപോകണത്? മോർച്ചറിയിലേക്കോ, അത് അടക്കാനായിട്ട് ശ്മശാനത്തിലേക്കോ, അതേ പള്ളി സെമിത്തേരിയിലേക്കോ, അതേ എന്താ പറയുക കബറടത്തിലേക്കോ? ശുദ്ധ മണ്ടത്തരാണ്. ഒരു കാരണവശാലും പാമ്പ് കടിയേറ്റാൽ നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. ആംബുലൻസിനെ കാത്തിരിക്കരുത്. നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും അടുത്തുള്ള ആൻറ്റിവനമുള്ള ഹോസ്പിറ്റലിലെ പേര് പ്രദർശിപ്പിക്കുക. എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. കാരണം ആംബുലൻസ് നോക്കിയിരിക്കരുത്. കിട്ടുന്ന വാഹനത്തിൽ ആൻറ്റിവനം ചെയ്യാൻ കഴിവുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ജിഞ്ചർ മീഡിയയിലെ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങൾ റെസിഡൻസ് ആയിക്കോട്ടെ, നിങ്ങൾ ക്ലബ്ബുകളായിക്കോട്ടെ, ലയൺസ് ക്ലബ്ബ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ റോട്ടറി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടനകൾ ഒരുപാട്, ഇപ്പോൾ അറിയാം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പോഷക സംഘടനകൾ ഒരുപാട്. അതുപോലെ നിങ്ങൾ ബസ് സ്റ്റോപ്പുകളിൽ, സ്കൂളുകളിൽ ഒക്കെ നിങ്ങൾ നിങ്ങളുടെ ജില്ലയിൽ എവിടെയാണോ ആൻറ്റിവനം കിട്ടുന്ന ഹോസ്പിറ്റൽ, ആൻറ്റിവനം മാത്രം പോരാ, അവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, ഹോസ്പിറ്റലിലെ പേര് പ്രദർശിപ്പിക്കുക. അപ്പം നിങ്ങൾ പെട്ടെന്ന് ഒരാളിനൊരു അപകടം പോകണ വഴിക്കെങ്കിലും അവർ അതിനടുത്ത് കാണുന്നത്, പെട്ടെന്ന് അവർ നോക്കിയിട്ട് അടുത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടു. ഒരിക്കലും ആംബുലൻസിൻ്റെ നമ്പറല്ല നിങ്ങൾ കരുതി വെക്കേണ്ടത്. ആൻറ്റിവനം ചെയ്യാൻ കഴിവുള്ള ഹോസ്പിറ്റലിലെ പേര് കൃത്യമായിട്ട് എഴുതി നിങ്ങൾ പ്രദർശിപ്പിക്കണം. അതുപോലെ അവയർനെസ് എന്ന് പറയും. നമ്മൾ ഒരു ഞാറ് നട്ടു, അത് പതിരായതിനു ശേഷം നമ്മൾ വളം വെച്ചിട്ട് കാര്യമുണ്ട്, മൂട്ടിലേ വെക്കണ്ടേ, നടുമ്പോൾ തന്നെ. അപ്പം നമ്മൾ ചെയ്യേണ്ടത് പാഠ്യ പദ്ധതികളിൽ
ഇൻക്ലൂഡ് ചെയ്യണം. ഒരു 5ാം ക്ലാസ് മുതൽ മേപ്പോട്ട്, അത് മറ്റേ കുട്ടികൾ നമുക്ക് വിടാം, കുട്ടികൾ കൊച്ചു കുട്ടികൾ ഒരു 5ലോ 4ലോ ഉള്ള കുട്ടികൾ മുതൽ മേപ്പോട്ട് ഒരു 7ാം ക്ലാസ് വരെയുള്ള പാഠ്യ പദ്ധതികളിൽ പാമ്പുകളെക്കുറിച്ച്, വനമുള്ള പാമ്പ്, വനമില്ലാത്ത പാമ്പ്, കടിച്ചാൽ എഫക്റ്റ് ഇല്ലാത്ത വനമുള്ള പാമ്പുകൾ, അതുപോലെ വനത്തിനെ കൊണ്ടുണ്ടാകുന്ന ഉപയോഗങ്ങൾ, ഇതിൻ്റെ മെഡിസിൻ, ഇതെന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്, ഇതൊരു കുതിരയുടെ ശരീരത്തിൽ കുത്തിവെച്ചിട്ടാണ് ആൻറ്റിവനം ഡെവലപ്പ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതിൽ എത്ര ശതമാനം പ്രോട്ടീൻ ഉണ്ട്, ഏറ്റവും നല്ല പ്രോട്ടീൻ ഏതൊക്കെയാണ്, ഇതിൽ എന്തൊക്കെ മരുന്ന് കണ്ടെത്തിയിരിക്കുന്നു, ഇതെല്ലാം ഇപ്പോൾ നമുക്കറിയാം. എത്ര പേർക്കറിയാം നമുക്ക് പാമ്പിൻ്റെ വനത്തിൽ നിന്ന് ക്യാൻസറിൻ്റെ വേദന സംഹാരി, ഹാർട്ട് അറ്റാക്ക് വന്നാൽ ഹാർട്ടിനകത്ത് രക്തം കട്ട പിടിച്ച് അലിയിപ്പിക്കുന്ന മരുന്ന്, തലയ്ക്ക് നമ്മുടെ തലച്ചോറിനകത്ത് രക്തം കട്ട പിടിച്ച് അലിയിപ്പിക്കുന്ന മരുന്ന്, പാമ്പ് കടിയേറ്റാൽ കൊടുക്കുന്ന മരുന്ന്, ഇങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഇതില്ല എങ്കിൽ നമുക്ക് ഒന്നും കണ്ടെത്താൻ കഴിയില്ല. അതിലുപരി ഇതൊരു ഏറ്റവും വലിയൊരു അവയർനെസ്സേമാണ്. കാരണം ഇത് ഞാൻ ഇത്രയും സാവകാശം എടുത്ത് ഒരു ചാനലിൽ ഒരു ഇൻ്റർവ്യൂ ഞാൻ കൊടുത്തിട്ടില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ സ്പീഡിൽ പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ നമ്മൾ പാഠപദ്ധതിയിൽ ഉൾപ്പെടുത്തുമ്പോൾ ഭൂമിക്ക് മേലെ ഏറ്റവും നല്ല പ്രോട്ടീൻ, ഏറ്റവും പ്യുവറായിട്ടുള്ള പ്രോട്ടീൻ ഏതാണെന്നൊരു PSC ചോദിച്ചാൽ നമ്മൾ കുട്ടികൾക്ക് പറയാൻ കഴിയുമോ? 95% പ്രോട്ടീൻ അടങ്ങുന്നതാണ് സ്നേക്ക് വനം. അതിനേക്കാളും അപ്പുറത്തോട്ട് ഒരു സാധനം ഭൂമിക്ക് മേളിലില്ല.